വിപിൻ സി വിജയനാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഓരോരുത്തരായി കയറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. മഴയാണ്, പക്ഷേ അണികൾ മുദ്രാവാക്യം വിളിച്ച് ഓരോ മന്ത്രിമാരെയും സ്വീകരിക്കുന്നതും നമുക്ക് കാണാം. ഇപ്പോൾ എൻ ഷംസുദ്ദീൻ അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നു. അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭായോഗം തുടങ്ങും അല്ലേ? അതെ, അല്പസമയത്തിനകം തന്നെ ആദ്യ മന്ത്രിസഭാ യോഗം തുടങ്ങും. അതിനായി ഓരോ മന്ത്രിമാർ ഇപ്പോൾ ലോക്ഭവനിലെ IT ശേഷം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ ഷംസുദ്ദീൻ, മണ്ണാർക്കാട് MLA യും നിയുക്ത മന്ത്രിയായിട്ടുള്ള എൻ ഷംസുദ്ദീൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഷിബു ബേബി ജോൺ എത്തിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ മന്ത്രിമാരായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവർക്കായി ആരവങ്ങൾ മുഴങ്ങുന്നു, ഓരോ പ്രവർത്തകരായി മുദ്രാവാക്യം വിളിക്കുന്നു. ഇതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ കാഴ്ച. അങ്ങനെ വലിയ തിരക്ക് ഇപ്പോഴും ഇവിടെയുണ്ട്. അതായത് ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല. അവരെ ബൊക്കെ കൊടുത്തുകൊണ്ട് ഇവിടേക്ക് ഓരോ ആളുകളായിട്ട് സർവീസ് സംഘടനകളുടെ അടക്കം നേതാക്കളുണ്ട്. അവർ ആനയിക്കുന്നു, പ്രവർത്തകർ ആനയിക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിനകത്തേക്ക് ഓരോ മന്ത്രിമാരായി പ്രവേശിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭാ യോഗം തുടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏതൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് VD സതീശിനെ പ്രവർത്തകരെല്ലാം തന്നെ വാഴ്ത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആദ്യം ഉണ്ടാവുന്നു. അത് പൈലറ്റ് വാഹനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും തന്റെ യാത്ര. ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആദ്യത്തെ ക്യാബിനറ്റിൽ എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹം അത് പറയുമോ? ഒപ്പം തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ആശാ വർക്കർമാരുടെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അത്തരത്തിൽ ഉറപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ ആദ്യം എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? ഒരു പക്ഷേ എല്ലാവരെയും കണ്ട് ഒന്ന് അഭിസംബോധന ചെയ്ത് ഇന്നത്തേക്ക് പിരിയുകയാണോ എന്നുള്ളതും നമുക്ക് ഇപ്പോൾ നിശ്ചയമില്ല. പക്ഷേ അത്തരത്തിലുള്ള ആദ്യ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുന്നു, ഹൈറ്റേ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുടെ ആദ്യ പടിയിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനകം തന്നെ തുടങ്ങും. വയനാട്ടിൽ നിന്ന് ടി സിദ്ദിഖ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹവും IC ബാലകൃഷ്ണനും വയനാട്ടിൽ നിന്ന് ടേം വ്യവസ്ഥയിലാണ്. അദ്ദേഹം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. ഇവരുടെയൊക്കെ വകുപ്പുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ സംശയം. ആദ്യം ടി സിദ്ദിഖിന് വനം വകുപ്പാണ് എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പിന്നീട് അതിന് ചേഞ്ച് ഉണ്ടാവുമെന്ന് അറിയിച്ചിരിക്കുന്നു. M ലിജു കടന്നു വരികയാണ്. ഓരോ മന്ത്രിമാരായി വരുന്നു സെക്രട്ടേറിയറ്റിലേക്ക്. ഇനി ആദ്യത്തെ ക്യാബിനറ്റ് ആണ്. ക്യാബിനറ്റിന് ശേഷമായിരിക്കും പിന്നീട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഈ സർക്കാരിൻ്റെ ആദ്യത്തെ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുക, ആദ്യത്തെ തീരുമാനങ്ങളിലേക്ക് കടക്കുക. അല്പസമയത്തിൽ തന്നെ ആ ക്യാബിനറ്റ് നടക്കുകയും ചെയ്യും. M ലിജു ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ്. ഓരോ മന്ത്രിമാരായി അവർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ്. അവിടെ ക്യാബിനറ്റ് യോഗം ചേരാനുള്ള റൂം അത് തയ്യാറായിട്ടുണ്ട്, സജ്ജമായിട്ടുണ്ട്. 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പേരും പുതുമുഖങ്ങളാണ്. ഈ നടപടിക്രമങ്ങളൊക്കെ ആദ്യമായി അവർ ഇതിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ ഒരു പുതുമ അവർക്കുണ്ടാകും, ആവേശം അവർക്കുണ്ടാകും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയാണെന്ന് തോന്നുന്നു അവിടെ എത്തിയിട്ടുണ്ട്. ചില മന്ത്രിമാർ അവിടെ എത്തിയിട്ടുണ്ട്. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി കൂടി എത്തും. അതിനുശേഷമായിരിക്കും ഈ യോഗം തുടങ്ങുക. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നമുക്ക് കാണാം. ചീഫ് സെക്രട്ടറി അവിടെയുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി മന്ത്രിമാർ കൂടി എത്തിയാൽ നിർണായകമായ മന്ത്രിസഭാ യോഗം ഉടൻ തന്നെ തുടങ്ങും. നിർണായകമാകുന്നത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ, അതിലെത്രത്തോളം ജനപ്രിയ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന കാത്തിരിപ്പാണ്. എന്തായാലും 2016-ലും 2021-ലും വലിയ ഭൂരിപക്ഷം നൽകിയാണ് LDF-ന് ജനങ്ങൾ ജയിപ്പിച്ചത്. 2021-ൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ജനകീയനായ മുഖങ്ങളിലൊന്ന് പിണറായി വിജയൻ തന്നെയായിരുന്നു. പക്ഷേ 5 വർഷത്തിനിപ്പുറം അതേ LDF-നെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തേക്ക് മാറ്റിയതെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നന്നായി തുടങ്ങുന്നതിലല്ല, പ്രഖ്യാപനങ്ങളിലല്ല, അത് ജനങ്ങളെ കൂടെ നിർത്തി കൊണ്ടുപോകുന്നതിലാണ് കാര്യം. അത് ഏറ്റവും നന്നായി അറിയുന്ന ആളും ഒരുപക്ഷെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. മന്ത്രിമാർ യോഗം നടക്കുന്ന ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് രമേശ് ചെന്നിത്തലയെ കാണാം, മുരളീധരനെ, എല്ലാ മന്ത്രിമാരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ ഒരു യോഗം ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗം തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എന്തൊക്കെ തീരുമാനങ്ങളിലേക്കായിരിക്കും എത്തുക എന്നുള്ള കാര്യം. അതല്ല, കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കാതെ നമുക്കിപ്പോഴും അറിയാം ചില വകുപ്പുകളിൽ ഒരു തീരുമാനമായിട്ടില്ല. ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകേണ്ടതുണ്ട്. അപ്പോൾ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം ഈ യോഗം പിരിയുകയാണോ ചെയ്യുക എന്നുള്ള കാര്യത്തിലും
നമുക്ക് ഒരു കൃത്യതയില്ല. ഏതായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കാം. നിലവിലിപ്പോൾ വളരെ ചുരുക്കം മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനമായിരിക്കുന്നത്. ഇന്നലെ വരെ കെ മുരളീധരന്റെ കാര്യത്തിലായാലും വൈദ്യുതി വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് എന്നൊക്കെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ള സൂചന. എന്നാൽ ഇന്നിപ്പോൾ രാവിലെ അറിയുന്നു ആരോഗ്യവും ദേവസ്വവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ സണ്ണി ജോസഫിന് റവന്യൂ നൽകിയിട്ടുണ്ട്. തീർച്ചയായും രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസും നൽകിയിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് മന്ത്രിമാരുടെ കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ മറ്റ് മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് നൽകിയിട്ടുള്ളത് എന്ന കാര്യത്തിലൊരു കൃത്യത വരേണ്ടിയിരിക്കുന്നു. ഈ യോഗത്തിന് ശേഷം അതുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊന്ന്, ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ജനപ്രിയ കാര്യങ്ങളായിരിക്കാം, തീരുമാനങ്ങളായിരിക്കാം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണനയ്ക്ക് വരിക എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും വളരെ മാതൃകാപരമായ ഒരു ഭരണത്തിലേക്ക് കടക്കുമെന്ന് വി ഡി സതീശൻ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ജനങ്ങളോട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ എസ്കോർട്ട് വാഹനങ്ങളുടെ കാര്യം ഉൾപ്പെടെ അദ്ദേഹം അത് കുറച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, നീക്കത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ മറ്റ് എന്തൊക്കെ തീരുമാനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മാതൃകാപരമായ കാര്യങ്ങളിലേക്ക് വി ഡി സതീശൻ സർക്കാർ എത്തുന്നു അല്ലെങ്കിൽ കടക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. വളരെ വേഗത്തിൽ തന്നെ ഇപ്പോഴിതാ ഈ ക്യാബിനറ്റ് യോഗം ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കൂടുതൽ തീരുമാനങ്ങൾ, ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം ഇന്നത്തെ യോഗത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയേണ്ടത്. ഇനിയിപ്പോൾ ഈ ഒരു സർക്കാർ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക, എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം അത് അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടില്ല, ചിലർ ഇനിയും എത്താൻ ബാക്കിയുണ്ട്. അവർക്കായുള്ള കാത്തിരിപ്പാണ്. അതിനു മുൻപ് മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്താനുള്ള അവസരമുണ്ട്. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. ഇനി അങ്ങോട്ടുള്ള 5 വർഷം മന്ത്രിസഭ എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ദൃശ്യം അതാണിത്. ഇപ്പോൾ അവിടെ AP അനിൽകുമാർ വണ്ടൂരിൽ നിന്നുള്ള MLA, അദ്ദേഹം നേരത്തെയും മന്ത്രിസഭയുടെ ഭാഗമായിട്ടുണ്ട്. ഇതാ പുതുമുഖമല്ല. പക്ഷേ തൊട്ടടുത്തിരിക്കുന്നത് കളമശ്ശേരിയിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ കൂടി പ്രതിനിധിയായിട്ടുള്ള V അബ്ദുൽ ഗഫൂർ, അദ്ദേഹം ആദ്യമായി മന്ത്രിസഭയിലേക്ക് വരികയാണ്. അങ്ങനെ ഓരോരുത്തരായി വന്നിട്ടുണ്ട്. നമുക്ക് രമേശ് ചെന്നിത്തലയെ നമ്മൾ കണ്ടു, സണ്ണി ജോസഫിനെ നമ്മൾ കണ്ടു, റോജി എം ജോണിനെ നമ്മൾ കണ്ടു, കെ മുരളീധരനെ നമ്മൾ കണ്ടു. അങ്ങനെ ഓരോരുത്തരായി അവിടെ എത്തിയിട്ടുണ്ട്. വനിതകളായ 2 മന്ത്രിമാരെ നമ്മൾ ഇതുവരെ കണ്ടില്ല. അവർ ഉടൻ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആദ്യ മന്ത്രിസഭാ യോഗം അത് അവിടെ അല്പസമയത്തിനകം ആരംഭിക്കും. എല്ലാവരും എത്തിയ ശേഷം അവസാന ദൃശ്യം കൂടി പകർത്തിയ ശേഷം മാധ്യമങ്ങളെ പുറത്തേക്ക് വിടും. അതിനുശേഷമായിരിക്കും നിർണായകമായ ആ മന്ത്രിസഭാ യോഗം ചേരുക. ആ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അതുതന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞ അത് വലിയ ജനപങ്കാളിത്തത്തോടെ നടന്നതാണ്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ അത് കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയ പങ്കാളിത്തമുള്ള കെ തുളസി പിന്നാക്ക ക്ഷേമ വകുപ്പാണ്, അവർക്ക് മന്ത്രിയാണ്, എത്തുകയാണ്. ഏറ്റവും ഒടുവിലാണെന്ന് തോന്നുന്നു അവർ എത്തുന്നത്. ഇനി ആരെങ്കിലും വരാനുണ്ടോ സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാർ എന്നറിയില്ല. എന്തായാലും ഓരോരുത്തരായി എത്തുകയാണ്. ഇനി കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. M ലിജു അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മോൻസ് ജോസഫ്, നമുക്ക് എല്ലാവരെയും കാണാം. അപ്പോൾ ഇനി ശേഷിക്കുന്ന മന്ത്രിമാർ കൂടി വന്നാൽ ആ മന്ത്രിസഭായോഗം ആരംഭിക്കും. 4 പുതുമുഖങ്ങളാണ് ഈ വി ഡി സതീശൻ സർക്കാരിലുള്ളത്. ഇതാ PK കുഞ്ഞാലിക്കുട്ടി യോഗത്തിനായി എത്തിയിട്ടുണ്ട്. ഷിബു ബേബി ജോൺ തന്നെ അങ്ങനെ ഓരോ മന്ത്രിമാരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. സണ്ണി ജോസഫിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും എത്തിച്ചേർന്നാൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ മന്ത്രിസഭാ യോഗം ആരംഭിക്കുന്നതായിരിക്കും. എവിടെയാണ് തൻ്റെ കസേര എന്ന് അദ്ദേഹം അന്വേഷിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും എവിടെ ഇരുന്നാലും ഈ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും രണ്ടാമതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി, രണ്ടാമത്തെ വലിയ കക്ഷിയുടെ നേതാവ്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. CP ജോൺ, CMP നേതാവ് ബിന്ദു കൃഷ്ണ എത്തിയിരിക്കുന്നു. ഇനി KA തുളസി കൂടി എത്തിയാൽ എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭാ യോഗം ആരംഭിക്കാനാകും. എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഇനി പോകേണ്ടതുണ്ട്. OJ ജനീഷ്, അദ്ദേഹം എത്തുന്നതേ ഉള്ളൂ. പ്രായം കുറഞ്ഞ മന്ത്രിസഭയിലെ അവസാനമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. അവസാനമായി തന്നെ അദ്ദേഹം കയറി വരികയാണെന്ന് തോന്നുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് ആദ്യമായി മത്സരിക്കുന്നു, ജയിക്കുന്നു, മന്ത്രിസഭയിലെത്തുന്നു. ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായും അദ്ദേഹം വന്നത് വളരെ ആകസ്മികമായാണ്. ഇപ്പോഴിതാ മന്ത്രിസ്ഥാനത്തേക്കും നമ്മൾ ആദ്യം പറഞ്ഞു കേട്ട പേരുകളിലൊന്നുമില്ലാതിരുന്ന OJ ജനീഷ് അവസാന നിമിഷത്തിൽ ഒരു സർപ്രൈസ് എൻട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. T സിദ്ദിഖ് എത്തിയിരിക്കുകയാണ്. റോജി എം ജോൺ ഉണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.